എനിക്ക് തോന്നുന്നു ഈ വീട്ടിലെ ഏറ്റവും അലമ്പ് റൂം നമ്മുടെ ആയിരിക്കും. അവിഞ്ഞ കുറെ കർട്ടനും ഇതൊക്കെ റൂമായിട്ടായിരുന്നു. ഇവിടെയൊക്കെ ഒന്നൊരു മോടി വരുത്തണം. ഇവിടുത്തെ അവിഞ്ഞ മറ്റേ സ്റ്റിക്കറൊക്കെ എടുത്ത് അത് ഇതൊക്കെ തങ്ങളുടെ തോണ്ടെടുത്ത് വലിച്ച് പുറത്തിടണം. ഇതിലൊക്കെ ചെയ്യണം. നീ എന്താ ഉദ്ദേശിക്കണേ? ഈ പെയിന്റ് എല്ലാം ചുരണ്ടി കളഞ്ഞിട്ട് നമുക്ക് പുതിയ പെയിന്റ് അടിക്കാം അല്ലേ? ആ പെയിന്റിങ് കൊണ്ട് വന്നാൽ മതി. ആ തള്ളെടുത്ത് പുറത്തിടും. പിന്നെ എന്താ നിന്റെ പ്ലാന്? എന്റെ പ്ലാൻ എന്താ നീ കേട്ടോ. ഓൺലൈനിൽ നല്ല ക്യൂട്ട് ആൻഡ് ഹോട്ട് മതി. ഹോട്ടും ക്യൂട്ടും കൂടി മിക്സ് ആയിട്ട് കുറെ സ്റ്റിക്കേഴ്സ് കിട്ടും. നമുക്ക് ഗേൾസിന് ഒട്ടിക്കാൻ പറ്റും. അതൊക്കെ അങ്ങ് വാങ്ങിച്ച് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും വാങ്ങിച്ച് അതിന് പറ്റിയ കിടുക്കാച്ചി പോട്ട്സും വാങ്ങിച്ച് അവിടെ ഇവിടെ പ്ലേസ് ചെയ്യാം. അപ്പൊ തന്നെ റൂം കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതാകുമ്പോ രാത്രി വന്ന് കിടക്കുമ്പോഴേ സ്വസ്ഥമായിരിക്കും. അടിപൊളി. എന്റെ ഒരു ഐഡിയ ഉണ്ട്. ഇപ്പൊ എയുടെ പുതിയൊരു ആപ്പ് ഉണ്ട്. അതിനകത്താണെങ്കിൽ ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി കണ്ടന്റുകളും അടിപൊളി സാധനങ്ങളും വരും. ഇന്റീരിയറൊക്കെ കിടിക്കാച്ചേക്കാം നമുക്ക്. എന്നിട്ട് അതിനനുസരിച്ച് വാങ്ങിക്കാം. അതെ അതെ, കൊറേ ഐഡിയാസ് കിട്ടും അതിനകത്തുനിന്ന്. അപ്പൊ പിന്നെ ഇത് വാങ്ങിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുമ്പോ അതിന്റെ ഫണ്ട് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് 3 ആക്കി കറക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കണം. ഷെയർ. അതെ, കാശ് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇടുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഈ കാശില്ലാത്തടത്ത് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുന്നതല്ലേ അതിൻ്റെതായ ഒരു ഇത് അല്ലേ? ഏത് എടി പൊന്നു മോളെ, ഈ പൈസയുടെ കാര്യം പറയുമ്പോ ആസ് യൂഷ്വൽ വലിയുന്ന പോലെ ഇങ്ങനെ നടന്ന് വലിയ നാണുണ്ടോ? അയ്യോ, അതുകൊണ്ടൊന്നുമല്ല ചാരു ഞാൻ പറയണത്. നമ്മൾ ഈ റൂമിൽ കിട്ടണ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് പിന്നെ പ്ലാൻസ് അല്ലേ, പ്ലാൻസ് നമുക്ക് പുറത്തുനിന്ന് വല്ല കമ്പോജടിയൊക്കെ ഒടിച്ചു വെച്ചിട്ട് നമുക്ക് അലങ്കരിച്ചാ പോരെ. എന്തിനാണ് അനാവശ്യമായി പൈസ കളയുന്നത്? ഇതിന്റെ ആവശ്യമുണ്ടോ? ആണോ? ഇപ്പൊ നീ നാക്കെടുത്ത് അകത്തിട്ടിട്ടേ ഉള്ളൂ. ഒരു AI-യുടെ കാര്യമൊക്കെ പറഞ്ഞില്ല നീ, മറ്റേ അങ്ങനെ അറേഞ്ച് ചെയ്യണം ഇങ്ങനെ അറേഞ്ച് ചെയ്യണം. അയ്യോ, അത് ഞാൻ ഉദ്ദേശിച്ചല്ല, നിങ്ങൾ ഉദ്ദേശിച്ചേ. നീ അറിയാവുന്നത് വെച്ച് ഉണ്ടാക്കുക, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതല്ലേ അതിൻ്റെതായ ഒരു ഇത്. പൈസ എന്ന് പറയുന്നത് പൈസ തന്നെയാണല്ലോ. ചെലവാക്കുമ്പം എപ്പോഴും നഷ്ടം തന്നെയാണല്ലോ. അല്ലേ അല്ലേ അല്ലേ? അത് നിനക്ക് നിന്നെ കൊണ്ടേ. അത് മാത്രമല്ല ചാരു, ഒന്നുകൂടെ ഒന്ന് ആലോചിക്കും. ഇത് നമ്മുടെ വീടാണോ? നമ്മൾ എന്തിനാണ് വെല്ലോന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പൈസ കളയണേ? എടി, നമ്മള് കിടക്കുന്ന ഉറങ്ങുന്നൊക്കെ ഈ റൂമിൽ തന്നെയല്ലേ? അപ്പൊ പിന്നെ നമ്മുടെ സ്വന്തം വീട് പോലെ സ്വന്തം റൂം പോലെ കാണണം. നീ എല്ലാ ദിവസവും വേറെ വേറെ സ്ഥലത്തൊന്നും അല്ലല്ലോ പോയി കിടക്കുന്നത്. ഇവിടെ തന്നെയല്ലേ വന്ന് കിടക്കണത്. അല്ല, പിന്നെ ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയാണ് കിടക്കുന്നത്. ഞാൻ ഇവിടെ തന്നെ കിടക്കുന്നത്. അതിന്റെ പറച്ചിലായിട്ട് അങ്ങനെ തോന്നത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതൊന്ന് വൃത്തി ഒരു നല്ല കോലാക്കി വെക്കാന്ന് പറയണത്. ഇപ്പൊ എന്താ വേണം? ഞാൻ ഷെയർ ഇടണം അല്ലേ? ഞാൻ ഷെയർ അങ്ങ് ഇടാം. പ്രശ്നം തീർന്നല്ലോ. ഇടാ. റൂമിനോടോ ജീവിതത്തിനോടോ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും ഇല്ലാത്ത തെണ്ടി. ഇനി ചാരു, നമുക്കേ നമ്മുടെ 3 പേരുടെ കൂടെ ഫോട്ടോ ഇവിടെ പ്രിന്റ് ചെയ്ത് വെച്ചാലാ പൊളിക്കും. അത് നല്ലൊരു ഓപ്ഷനാ. പക്ഷെ കളർ വേണ്ട. കളർ എല്ലാവരും ചെയ്യുന്നത് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സെറ്റ് ചെയ്ത്. ചാരു, അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ് ചാരു. കോസ്റ്റ്ലിയാണ് ചാരു, പറ്റില്ല ചാരു. ചേച്ചി എത്ര ഇടാന്ന് പ്ലാൻ ചെയ്യണത്? ഞാൻ ഒരു 450 500 ഇടാം. എടി, നമുക്ക് രണ്ടൊക്കെ എന്താന്ന് വെച്ചാൽ ചെയ്യാം. അവൾ ഒഴിവാക്കിയേക്ക്. നീ എന്നിട്ട് ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും പൊക്കോട്ടെ. അവൾ ഉള്ളത് ഇടട്ടെ. എടി, ഇങ്ങ് വാടി, നമുക്ക് സാധനങ്ങൾ നോക്കാം. നീയേ പോയിച്ചിട്ട് വെള്ളം എടുത്തോണ്ട് വന്ന്. എന്നോടാണ് പറഞ്ഞത്? ഞാൻ നിന്നോടല്ല അവളോടാ പറഞ്ഞത്. നിന്നോടാ പറഞ്ഞോ? അതെ, ഞാനും എന്നെ തരുന്ന കാശ് തന്നെ കേട്ടോ. പറഞ്ഞാ ചെയ്യാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യടി, 3 ഷെയർ ചെയ്യാം. ഓക്കെ. ഇപ്പൊ എന്നെ വേണം ഞാൻ വെള്ളം എടുത്തോണ്ട് വരണം അല്ലേ? അതെ, ചെയ്യാം. പിന്നെ എന്നെ ഒരു വേലക്കാരിയായിട്ടൊന്ന് കാണണ്ട കേട്ടോ. ഇപ്പോഴത്തേക്ക് ഞാൻ ക്ഷമിക്കുന്നു. അത് ചങ്ങാരി പറഞ്ഞതുകൊണ്ട് അപ്പൊ പിന്നെ 500 വാങ്ങിക്കണോ? നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇപ്പൊ നമുക്ക് സെലക്ട് ചെയ്യാം. ചേട്ടാ, നാളെ എങ്കിലും എൻ്റെ കൂടെ പുറത്തു വരാൻ പറ്റുമോ? എനിക്ക് ഡ്രസ്സ് എടുത്തേ പറ്റത്തുള്ളൂ. നാളെ പറ്റൂടി. നാളെ എനിക്ക് വേറെ ഒരുപാട് ജോലി കിട്ടും. പിന്നെ ഇവിടെ പുതിയതായിട്ട് എന്ത് ജോലിയാ ഉള്ളേ? ഉള്ള ജോലിയൊക്കെ തന്നെയല്ലേ ഉള്ളൂ. നീ എന്തോന്ന് പറയണത്? നിനക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ലീവ് വേണമെന്ന് എനിക്ക് മാഡത്തിന്റെ അടുത്ത് പോയി പറയാൻ പറ്റുമോ? ചേട്ടൻ എന്തിനാ ഡ്രസ്സ് എടുക്കാൻ ലീവ് വേണമെന്ന് പറയുന്നേ? ഞാൻ എന്റെ കാര്യം നോക്കി പോകുന്നു, ചേട്ടൻ കാര്യം പോകുന്നു. ഇത്രയേ ഉള്ളൂ. അല്ല, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ഞാൻ ചോദിക്കാണ്. എന്തിനടി ഞാൻ വരണത്? നീ ഒരു കാര്യം ചാരുവിനെ വിളിച്ചോണ്ട് പോ. പിന്നെ വന്നേ എടുത്തുള്ളൂ. അതെനിക്ക് നിർബന്ധമാ. ചാരുവൊന്നുമല്ല എന്നെ കെട്ടി, നിങ്ങളല്ലയോ? എടി, അതല്ല, എനിക്ക് ഡ്രസ്സ് ഒന്ന് നോക്കിയെടുക്കാൻ അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഞാൻ പറഞ്ഞത് വേസ്റ്റ് ആണ്. അവൻ സാരമില്ല, അറിയുന്ന പോലൊക്കെ അറിഞ്ഞാൽ വന്നേ പറ്റത്തുള്ളൂ. നീ ചുമ്മാ എപ്പോഴും കുറച്ച് വെള്ളം. അങ്ങോട്ട് മക്കളെ. അല്ല, എന്താണ് ഇവിടെ ഡിസ്കഷൻ? അങ്ങനെയൊന്നുമില്ല. എന്തെടുക്കും? ചേട്ടൻ ഇവിടുന്ന് പുറത്ത് വരാൻ പറഞ്ഞ ഡ്രസ്സ് എടുക്കാനായിട്ട്. അതിനെന്താ പോയി കൂടെ? അല്ല മക്കളെ, നാളെ എനിക്ക് പോകാൻ പറ്റൂല, വേറെ കുറച്ച് ജോലി ഉണ്ടെന്ന് ഞാൻ പറയായിരുന്നു.
എന്റെ പൊന്നമാവാ, നിങ്ങളെ കൂട്ടാണ്ട പിന്നെ അയലത്തെ ചേട്ടനെ കൂട്ടിട്ട് പോകാൻ പറ്റുമോ പർച്ചേസിന്? അങ്ങനെയല്ല മോളെ, ജോലിക്കാര്യം നമുക്ക് ആദ്യം അത് നോക്കണ്ടേ. ഈ പ്രായത്തിൽ പിന്നെ കറങ്ങാൻ പോയില്ല, പിന്നെ ഏത് പ്രായത്തിൽ കറങ്ങാൻ പോവാനാ? ഇത്ര അൺറൊമാൻറ്റിക് ആവില്ല കേട്ടോ. കേട്ടോ, ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചുമ്മാ അല്ല മകളെ, നമ്മൾ ഈ കറങ്ങാൻ പോണൊക്കെ പ്രായമാണത്. അത് കുറച്ച് എന്ത് പ്രായം? എന്റെ പൊന്നമ്മാവ, ഇടയ്ക്ക് ഭാര്യനും കൂട്ടി പുറത്തൊക്കെ ഒന്ന് പോയി ഒരു സിനിമയൊക്കെ കണ്ട് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഒരു ചെറിയ ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ വെച്ച് അങ്ങനെ വേണം ലൈഫ് കളറാക്കാൻ. അല്ലാതെ എപ്പോഴും ഈ കിച്ചണിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ പറ്റൂല. ചുമ്മാ പോമോളെ, നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നു. നമ്മൾ കല്യാണം കഴിച്ചിട്ട് എത്ര വർഷമായി, നാണം മാറിയില്ലല്ലോ. അതിന്റെ ഒന്നുമല്ല. മര്യാദ ചോദിക്കണം കേട്ടോ. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓ ആരോ ഒന്ന് ബെല്ലടിക്കുന്നു, ഞാൻ നോക്കിട്ട് വേണേ. ജയേട്ടാ, ഞാൻ നാളെ പോകുന്ന ആരും ഒന്ന് പറ. നോക്കാം. ഡോണ്ട് വറി, നമുക്ക് സെറ്റാക്കാം. സെറ്റായി. സമ്മതിപ്പിക്കാന്നേ. അയ്യോ, ഇത് ആരും പപ്പമാളാ? ജയ, പപ്പമാള അമേരിക്കയിൽ പോന്നേ? ഞാൻ കുറച്ചു നാളായിട്ട് വന്നു. ജയ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞു. അയ്യോ, ഇതാര് സെൽമാണാ? എനിക്ക് വയ്യ, നിങ്ങൾ രണ്ടുപേരെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. അത് ഞാനോട് പറയാം. ചാരുമോളെ, തീരുമാനം ഓടിയോ, ഒരാൾ വന്നിരിക്കുന്നു, ഓടിയോ. എനിക്ക് എന്ത് ചെയ്യണം നാനോട് മക്കളെ? ഇത് സ്റ്റെഫി മോള്. അറിഞ്ഞോടി സെൽമോക്ക്, അറിഞ്ഞോടി ഇത് സെൽമോള്, ഇത് പപ്പമോള്. അറിഞ്ഞോണ്ട് പരിചയല്ലേ? അല്ല, നമ്മള് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ നമ്മുടെ ചാരുന്റെ സ്റ്റേറ്റസിലെ ഫോട്ടോസ് കാണാറുണ്ട്. ഇവരെപ്പോഴും ഫോട്ടോ എടുത്തൊക്കെ ഇടുന്നു. പക്ഷേ സെല്ലിനെ പറ്റി ചാരു പറയാറുണ്ട്. UK-ലായിരുന്നില്ലേ? ആയിരുന്നു എന്ന് വേണം ഇനി പറയാൻ. മക്കളെ നോക്കാറുന്ന്. എനിക്ക് എന്ത് കുറവില്ലാത്തത്? എടാ, നീ പറഞ്ഞില്ലല്ലോ എപ്പോ എന്നുള്ളത്. അത് പിന്നെ അല്ല, ഇവളെങ്ങനെ നിനക്ക് കിട്ടി? അത് ഞാൻ ഇങ്ങോട്ട് വരുന്ന പറഞ്ഞപ്പോ ഓൾ ഇങ്ങോട്ട് വരുന്ന പറഞ്ഞു. പിന്നെ ഞാൻ ഒരു സർപ്രൈസ് ആയിട്ട്. നീ സർപ്രൈസ് ആയില്ലേ? പിന്നെ അതെന്താ നന്നാണ്. എടേ, നിനക്ക് ഇവിടെ മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. എന്നെ കാണാണ്ട് പോയ ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ? ഓക്കെ, സ്റ്റെഫി. ആ ഇതാണല്ലേ സ്റ്റെഫി. അപ്പോ സ്റ്റെഫിനെ പിന്നെ എങ്ങനെ കിട്ടി? ഓ, എന്റെ പൊന്നുമോളെ, അതൊക്കെ വലിയ കഥ. ഞാൻ പറഞ്ഞുതരാം. ഹലോ. ഇല്ല, പപ്പി കണ്ട കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു. കിട്ടിയാ? ഓ, അതൊക്കെ ഇവിടെ ഒന്ന് പറഞ്ഞോ? എടി, ഇവൾക്ക് ചെറിയ പാരനോർമൽ ആക്ടിവിറ്റീസിന്റെ ഒക്കെ റിസർച്ച് ചെയ്യണ പരിപാടിയാ. അപ്പൊ ചെറിയ ഗോസ്റ്റുകളൊക്കെ തപ്പി ഇങ്ങനെ ഇറങ്ങും. ചേട്ടാ, രണ്ടുപേരും കൂടി ഇവിടെ വന്നാൽ എങ്ങനെ? നമുക്ക് അകത്തേക്കല്ല. അല്ല, മറ്റേ മാഡത്തിനോട് പറഞ്ഞായിരുന്നോ? മാഡത്തിനോട് നീ വരുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാ വരുന്നെന്നുള്ള ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അല്ല, പപ്പയോളെ ബാഗ് എവിടെ? ജയ, ഞാനിവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിട്ട് വന്നതല്ല. എല്ലാരെയും ഒന്ന് കാണാലോ എന്നൊക്കെ കരുതിയിട്ട് വന്നതാ. അയ്യോ, ഞാൻ വിചാരിച്ചു പണ്ടത്തെ പോലെ നമ്മൾ എല്ലാരും കൂടെ ഇവിടെ അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചു. അയ്യോ, അത് മോശമായിപ്പോയി. ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വരും ചെയ്യാ. വാ, പപ്പിമോൾ എപ്പോ വന്നാലും ഇവിടെ സ്വാഗതമാണ് കേട്ടാ. വാ, ഒന്നും പേടിക്കണ്ട, എപ്പോഴാണോ വരാം. എന്തായാലും ഇവിടെ ഇന്ന് സംസാരിക്കണം. വലത് കാല് വെക്കണേ, ഇടത് കാല്. ഏതെങ്കിലും കാലിച്ച് കേറേ. ഞാൻ പറയായിരുന്നു അമ്മ എടുക്കുന്നു. വാ മക്കളെ. നിനക്ക് ശരിക്കും ഇവിടെ നിന്നൂടായിരുന്നോ? നിങ്ങളെയൊക്കെ കണ്ടിട്ട് എനിക്കിവിടെ നിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ തോന്നുന്നുണ്ട്. വരട്ടെ, സമയമുണ്ടല്ലോ. അതെ. അല്ല, സെലിൻ UK-ൽ എവിടാന്നാ പറഞ്ഞേ? UK-ല് എന്തെങ്കിലുമൊക്കെ അങ്ങ് ചോദിക്കണമല്ലേ? അല്ലേ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചാ എവിടെയാ? UK-ല് മറ്റേ ഈസ്റ്റ് ഹാം അതിന്റെ അടുത്തുള്ള. അറിയാം, അവൾക്കറിയാം. എനിക്കറിയാം, എനിക്ക് UK-ൽ കസിൻസ് ഒക്കെ ഉണ്ട്. ആ, കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞു. ട്രീറ്റ് ഉണ്ട്. ട്രീറ്റ് ഒക്കെ തരാം. ഇത്ര കാലമായി. പിന്നല്ലാണ്ട് വിശേഷം ഒന്നുമില്ല.
ഇത്ര കാര്യമില്ല കല്യാണം കഴിഞ്ഞിട്ട്. അവട്ടെ അവര് എൻജോയ് ചെയ്തോണ്ടിരിക്കുവല്ലേ. അങ്ങനെ ആ മാഡം ഇരിക്കും മക്കളെ ഇരിക്കും. ഇതാ ഞാൻ പറഞ്ഞ സെലിൻ, അത് പപ്പി. അല്ല ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്? സെലിനാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. പപ്പി ചിലപ്പോ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. ആ ശരി. സെലിൻ എന്ത് ചെയ്യുന്നു? ഞാൻ UK-ലായിരുന്നു. ലാസ്റ്റ് വീക്കാണ് ഇവിടെ എത്തിയത്. അല്ല ഇവിടെ എന്ത് ചെയ്യാൻ പോന്നു? അല്ല ഇവിടെ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. You have to search. Okay. ഈ കുട്ടി പ്രേതത്തെ പിടിക്കുന്ന ആളാണ് മാഡം. പ്രേതത്തെ? അല്ല ആക്ച്വലി ഞാൻ ഈ പാരനോമൽ ആക്ടിവിറ്റിയും അതിന്റെ റിസർച്ച് പ്രോജക്ട്സും ഒക്കെ ആയിട്ട് ഇവിടെ ഉള്ളത്. അപ്പൊ അതിന്റെ കാര്യമാണ് കുട്ടി ഉദ്ദേശിച്ചത്. ശരി. മോളെന്നാ തിരിച്ചു പോണേ? അല്ല തിരിച്ചു പോകണതിനെ പറ്റി ഞാൻ ഇപ്പൊ ആലോചിച്ചിട്ടില്ല. എന്തായാലും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ശരി ശരി. മാഡം ഇത് നമ്മളെ പിള്ളേരാണ്, എനിക്ക് നേരത്തെ അറിയാന്നുള്ളവരാണ്. നിനക്കറിയാത്ത പെൺകുട്ടികൾ കേരളത്തിലില്ലല്ലോ. ശരി 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 ശരി. പിന്നെ ഈ കുട്ടിയുടെ ID പ്രൂഫും ഫോട്ടോയും ഒന്ന് കളക്ട് ചെയ്ത് വെക്കാം. ഞാൻ ഉക്കുനെ ഏൽപ്പിച്ചേക്കാം. ശരി ശരി മാഡം എന്നാ പിന്നെ ഞാൻ ഇവരൊന്ന് വീടൊന്ന് ചുറ്റി കാണിക്കട്ടെ. ശരി ബാ ചെല്ല്. വെള്ളം കുടിച്ചില്ല, വെള്ളം കുടിക്കാമല്ലോ. അമ്മ വാ പോയിട്ട്. എടേ ജെനി, മറ്റവന്മാർ വന്നിട്ടേ നമ്മുടെ ചാരുവിന്റെ ഫ്രണ്ടല്ലേ. ചാരുവിന്റെ മാത്രമൊന്നുമല്ല, ഇവര് പണ്ടേ ഒരുമിച്ചായിരുന്നടി. പിന്നെ ഓരോരുത്തർക്കും ഓരോ ജോലി കാരണം കിട്ടിയപ്പോ ഓരോന്നും ഓരോ വഴിക്കേക്കും പോയി. അപ്പൊ നമ്മുടെ അമ്മാവനും ഉണ്ടായിരുന്നോ? അല്ലാണ്ട് അമ്മാവനില്ലാതിരിക്കോ? അപ്പൊ ഇവർക്കൊരു ഗെറ്റ് ടുഗദർ പോലെ ആയിരിക്കുമല്ലേ ഇപ്പൊ? ഇതൊക്കെ അവന്റെ സെലിൻ അറിയോ? ഇപ്പൊ വന്നേരെ സെലിൻ. അവളെവിടെ UK-യിൽ എന്തോ കാണാന്നാണ് കേട്ടത്, എനിക്കറിഞ്ഞൂടാ. അവളിപ്പോ അവിടെ നീ പറന്നെത്തില്ല, ഞാനേ ആദ്യമായിട്ടാണ് കാണുന്നതാണ്. അല്ലടേ അപ്പൊ എല്ലാവർക്കും കൂടെ സ്പേസ് ഉണ്ടാവോ കിടക്കാനായിട്ട്? ആർക്കറിയാം. എന്തായാലും എല്ലാം ഒരു മുറിയിലൊന്നും കിടക്കാൻ പോലല്ലോ. ഡെഫിനറ്റ്ലി നമ്മുടെ മുറിയിലേക്ക് വരും, ഉറപ്പാണ്. എന്നാലും എല്ലാരും കൂടെ എങ്ങനെയാടേ? ആർക്കറിയാം, നമ്മൾ എന്ത് വില പോയിക്കണം. വരണ്ടിടത്ത് നമുക്ക് കാണാം. അത് തന്നെ നോക്കാം. പിന്നെ ആ വീടില്ലേ, ആ വീട്ടിലൊരാൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടോ? ഈ വീട്ടിലോ? അതെനിക്കിവിടെ വന്ന് കേറിയപ്പോഴേ മനസ്സിലായി. പക്ഷെ നിനക്കൊരു കാര്യം അറിയോ? അവിടെ ഒന്നല്ല, അവിടെ 3 നെഗറ്റീവ് എനർജി ഉണ്ട്. നിനക്കത് കാണാൻ പറ്റൂല്ലേ? പിന്നല്ലാതെ എനിക്കിതൊക്കെ ഭയങ്കര നോർമലാ. നിനക്ക് മനസ്സിലായില്ലേ? നിനക്കറിയാലോ. രണ്ടും കൂടെ ഇവിടെ നിൽക്കായിരുന്ന. അപ്പൊ ഇത് നമ്മുടെ ഫ്രണ്ട്സ് ആണ് ജെനി, ദിവ്യ. ഹലോ. ഹായ്, എനിക്ക് ജെനിയെ അറിയാം. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലോ. പപ്പിക്ക് വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബട്ട് എനിക്ക് ഇപ്പൊ ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല. ഒരു മരണം എന്തെങ്കിലും ഒഴിഞ്ഞു കിട്ടി ആണോ? അല്ല ഞങ്ങൾ വിചാരിച്ചു പപ്പി ഇവിടെ ഉണ്ടാവുമായിരിക്കും എന്ന്. അയ്യോ നിങ്ങൾ വിഷമിക്കാതെ, എനിക്കിപ്പോ ഇവിടെ അടുത്ത് വേറൊരു സ്റ്റേ ഉണ്ട്. പിന്നെ ടെൻഷൻ ആവണ്ട, ഞാൻ ഉടനെ തന്നെ വരും കേട്ടോ. പിന്നെ വരും. എന്താന്ന് വെച്ചാലേ എന്റെ പ്രോജക്റ്റിന് പറ്റിയ ആംബിയൻസ് ഇവിടെയാ. അതെ അതെ, ഇവിടെ പറഞ്ഞ. അതെ അതെ, അതുകൊണ്ട് ആസ് സൂൺ ഞാൻ ഉടനെ വരും. അല്ല പതിയെ സമയം എടുത്തത്. അപ്പോഴത്തേക്ക് ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് മാറ്റി നമുക്ക് വേറെ ലെവലാക്കാം. അല്ല നിങ്ങൾക്ക് ഒത്തിരി മിസ് ചെയ്യുമായിരിക്കും അല്ലേ? അല്ല അവർക്ക് പ്രത്യേകിച്ച് മിസ് ചെയ്യും. അതെ, ഭയങ്കര മിസ് ചെയ്യും. ഇല്ല, വേഗം വരാം. ഇപ്പം ബാക്കി സ്ഥലങ്ങളൂടെ ഒന്ന് പിന്നെ മാഡം വല്ല സ്ഥലം വല്ല കൊടുക്കാൻ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. സ്ഥലം മൊത്തം ചുറ്റിരുന്ന് കണ്ടോണ്ടിരിക്കണം. ഇതിനൊക്കെ എങ്ങനെ സഹിക്കുമെന്തോ. ഇല്ല നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ നല്ല UK-ലെ കാര്യങ്ങളൊക്കെ. പഠിത്തം കഴിഞ്ഞാൽ പിന്നെ പണിയാണ്. ആ പണി കിട്ടാൻ എനിക്ക് 2 മാസം തെണ്ടി നടന്നളിയാ ഞാൻ. നിനക്ക് എന്തിന്റെ കേടായിരുന്നു സെലിന്? നീ ഇവിടുന്ന് പോയപ്പോഴേ എനിക്ക് തോന്നിയതായിരുന്നു. പിന്നെ ഞാൻ മിണ്ടാണ്ടിരുന്നാ നിന്റെ ഇഷ്ടമല്ലേ വാഷനല്ലേ എന്നൊക്കെ വിചാരിച്ചു. എല്ലാം എന്റെ തോന്നലായിരുന്നു. ഞാൻ കുടുംബം രക്ഷിക്കാൻ വേണ്ടിയല്ലേ കെട്ടിയെടുത്ത് അങ്ങോട്ട് പോയത്. പിന്നെയല്ലേ എനിക്ക് മനസ്സിലായി ആദ്യം നമ്മളെ തന്നെ രക്ഷിക്കണം എന്നുള്ളത്. എടി പക്ഷെ ഇവിടുന്ന് UK പോണ എത്രയോ പേര് അടിച്ചു പൊളിച്ച് അവിടെ ജീവിക്കുന്നു. എത്രയോ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ട്. പക്ഷെ നിനക്ക് അറിഞ്ഞിടത്ത് വേറൊരു കാര്യമുണ്ട്. എന്നെ പോലെ കുറെ പേര് അവിടെ തെന്നി നടപ്പുണ്ട്. അത് എന്നെ പോലെ ആരും തുറന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ. പോയ മാസമൊക്കെ നിന്നെ വിളിച്ച സമയത്ത് നീ അടിപൊളിയാണ്, ചില്ലാണ്, കളിയാന്നൊക്കെ അല്ലേ പറഞ്ഞ എന്റെ അടുത്ത്. അതെ അതെ, ആദ്യത്തെ ഒരു മാസം നല്ല പോലെ അടിച്ച് പൊളിച്ചളിയാം. പിന്നെയല്ലേ മനസ്സിലായത് എന്റെ പൊന്നോ എന്ന് ആദ്യം കയറി കൊടുത്തൊരു ബാറില്. നീ പറഞ്ഞാണോ പണിയെടുത്ത്? എന്ത് അളിയാ, ഞാൻ ബാറിൽ ചെന്ന് കയറിയിട്ടെ അവന്മാർ മറ്റേ കുലിക്ക് സർബത്ത് അടിക്കുന്ന പോലെയാണ് എടുത്തിട്ട് എല്ലാം പറഞ്ഞ കൂടി ഇപ്പോ. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഫുൾ ടൈം അടിച്ചോണ്ടിരിക്കുന്ന സെറ്റപ്പ് ഒന്നും അവിടെ ഇല്ല അളിയാ. കുലിക്ക് സർബത്ത് അതേ അടിച്ചടിച്ച് അവന്മാർക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഉണ്ടല്ലോ അവിടെ പട്ടിണി കിടക്കാൻ തന്നെ വേണം അളിയാ കയ്യിൽ പൈസ. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞ എന്റെ ക്ലൈമറ്റ് പൊളിയല്ലേ. ഞാൻ റീലൊക്കെ കണ്ടിട്ടുണ്ട്. നിനക്കൊരു 5-6 റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ പൊന്നളിയ റീലൊക്കെ കൊള്ളാം, പക്ഷെ റിയൽ ലൈഫിൽ അതത്ര പോരാ. തണുത്ത് കുറച്ച് ചാവും.
അപ്പൊ നീ ഇനി ഒരു തിരിച്ചുപോക്കില്ലാന്നാണോ പറയുന്നത്? ഞാൻ ഇനി ഒരിടത്തും പോകുന്നില്ല അളിയാ. ഞാൻ എന്റെ നാട്ടിലൊക്കെ ജീവിച്ച് കുറച്ച് ജോലിയൊക്കെ ചെയ്ത് ഇവിടെയൊക്കെ തട്ടിക്കൂട്ടി ജീവിക്കുക അളിയാ. ചാവുമ്പോ കുറച്ച് ആൾക്കാരെ കണ്ട് ചാവാല്ലോ. അയ്യേ തനി തള്ള വൈബായിട്ടുണ്ട് മോളെ. നിന്റെ അടുത്ത് പറയാതിരിക്കാൻ വയ്യ. തനി തള്ള വൈബ്. അയ്യേ അളിയാ എന്റെ ഈ സിറ്റുവേഷനിലെ ഇപ്പൊ എങ്ങനെയൊക്കെ പറ്റൂ മനസ്സിലായ? ഓ താൻ ഇങ്ങനെ നടന്ന് സങ്കടപ്പെടല്ലേ. നമുക്ക് ഇവിടെ നല്ലൊരു ജോലിയൊക്കെ സെറ്റാക്കി നമുക്ക് സെറ്റാക്കാന്ന്. ആര് ജോലി തരാൻ എനിക്ക്? കണ്ടുപിടിച്ചാലേ ജോലി കിട്ടത്തുള്ളൂ. ആരും ഇങ്ങോട്ട് എടുത്ത് തരത്തില്ല. മനസ്സിലായ? കണ്ടുപിടിക്കാം. നീ ടെൻഷൻ അടിക്കല്ലേ. ടെൻഷൻ അടിക്കല്ലേ. ചിരി ചിരി ചിരിക്കാം. ചിരി. ജോലി ഇട്ടിട്ട് നീ ചിരിക്കണോ? എന്താണ് ഇതുവരെ കഥകളൊന്നും പറഞ്ഞു കഴിഞ്ഞില്ലേ? എവിടെ തീരാൻ? UK മൈ ഡ്രീം പ്ലേസ്. സോ ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. ഞാൻ എങ്ങനെ ഇവളെ ഇനി തിരിച്ച് വിടാം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാം. കാരണം ഇവള് അവിടെ നിൽക്കുമ്പോ എനിക്ക് പോവാന്നൊക്കെ ഭയങ്കര ആഗ്രഹത്തിലായിരുന്നു. പക്ഷെ അതൊക്കെ നശിപ്പിച്ച് തിരിച്ചു ചെന്ന് കയറി കൊടു. നന്നായിരിക്കും. പോട്ടെ, ഞാൻ പറഞ്ഞില്ല നമുക്ക് സെറ്റ് ആക്കാന്ന്. അളിയ നിനക്കേ അമേരിക്കയിൽ എങ്ങാനോ പോയിരുന്നെന്നുണ്ടെങ്കിൽ പത്മിനി എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, നിനക്ക് കിടിലൻ ജോബ് അവിടെ സെറ്റായ. പ്രയത്നം പിടിക്കാനാ? നിനക്ക് ജോബ് കൊടുക്കലായിരുന്നല്ലേ പരിപാടി. ഇപ്പോൾ ഒരു മാറ്റവും ഇല്ല. അല്ല നിനക്കേ ബോംബെയിൽ വല്ല ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ? അവിടെ ആയിരുന്നു എനിക്ക് കുറച്ച് ഹോൾഡൊക്കെ ഉണ്ടായിരുന്നു. ഗൈസ് പ്ലീസ്, 2 തള്ളുവണ്ടിയും കൂടെ ഒരുമിച്ച് നിന്നാൽ ശരിയാവത്തില്ല. തള്ളുന്നതല്ല, സത്യം പറയുന്നതല്ലേ. അല്ല അവിടെയാണെങ്കിൽ ഏറ്റവും വലിയ അവിടുത്തെ ഏറ്റവും വലിയ പത്രത്തിൽ കേരളത്തിൽ എന്തെങ്കിലും ജോലി കിട്ടോ? എനിക്ക് കേരളത്തിൽ ഹോൾഡ് ഇല്ലെന്നറിയാം. ഇല്ലല്ല. അപ്പൊ പിന്നെ കുറച്ചേരത്തെ മിണ്ടേ. നീ തൽക്കാലം ഇപ്പൊ എന്റെ അടുത്ത് സംസാരിക്കണായിരിക്കും നിന്റെ ആരോഗ്യത്തിന് നല്ലത്. ആളെ മനസ്സെല്ലാം കളഞ്ഞിട്ടേക്കും ജോലി മേടിച്ചു തരാം, അത് മേടിച്ചു തരാം. നീ എന്നെ വിശ്വസിക്കും, ഞാൻ വാങ്ങിച്ചു തരും. ഓ സ്റ്റോപ്പ്. നിനക്കിപ്പോ എന്താ പ്രശ്നം? ജോബ് വേണം. ഞാനിപ്പോ ഒരു പുതിയ റിസർച്ച് ചെയ്യാനായിട്ടിരിക്കുവോ. അപ്പൊ എനിക്കൊരു അസിസ്റ്റന്റിന് ആവശ്യമുണ്ട്. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ എന്റെ കൂടെ ജോയിൻ ചെയ്തോ. അല്ല പോവല്ലേ. അതെ ഞാൻ ഇറങ്ങുവാ. ഞാൻ പറഞ്ഞ കാര്യം നീ വേണമെങ്കിൽ സീരിയസ് ആയിട്ടൊന്ന് ചിന്തിക്കുക. ഇറങ്ങണില്ലേ? ഇറങ്ങുക. ശരിടാ. അല്ല നിനക്ക് നാളെ പോയാ പോരെ? ഇല്ല, എനിക്ക് പോയേ പറ്റും. ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലെന്നേ. ഡ്രസ്സ് ഞങ്ങളുടെ ആരെങ്കിലും എടുത്തിട്ട് വരാം. എന്റെ ടീഷർട്ട് മാത്രമേ. അതെ, അവളുടെ നൈറ്റ് ആയിട്ട് ഇടാല്ലോ നിനക്ക്. കുഴപ്പമില്ല, ദിവസം കഴിഞ്ഞിട്ട് പോവായിരുന്നല്ലോ. അല്ല അളിയാ, എനിക്ക് അവിടെ ചെന്നിട്ടേ കുറച്ച് പരിപാടികളൊക്കെ ഗോസ്റ്റിനെ പിടിക്കാണ്ടാവും അല്ലേ? വിട്ടോ, നിങ്ങൾക്ക് അതൊക്കെ ഒരു ഫണ്ണാണ്. എനിവേ വാട്ടർ അതൊക്കെ നിങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എനിക്ക് മനസ്സിലാവും. അതാണ് ബുദ്ധിയുണ്ട്, ഇച്ചിരിയെങ്കിലും ബുദ്ധിയുള്ളത് ഇവർക്ക് മാത്രം. അതെനിക്ക് മനസ്സിലായി, കുറച്ച് മുന്നേ മനസ്സിലായി രണ്ടും കറക്റ്റ് ചേരുന്നുള്ളത്. എന്നാ ശരി പപ്പി. ഓക്കെ, ഇറങ്ങട്ടെ. അപ്പൊ ബൈ. പോയിട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. ഓക്കെ ബൈ. ബൈ. അപ്പൊ ജോലി ശരിയാക്കണം. മുട്ടിക്ക് അങ്ങോട്ട് ചുളുക്കാതെ ഇങ്ങോട്ട്. ഇനി ഇങ്ങനെ അങ്ങോട്ട് ചാടി കിടക്ക. ചാടാൻ സമയമായിട്ടില്ല കേട്ടാ. സെറ്റായാ? ഓക്കെ അല്ലേ? ഞങ്ങളെ ഈ റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയിലായിരുന്നു. സത്യം, ഞങ്ങള് 3 പേരെ ഒരു നല്ല ഫോട്ടോ ഇവിടെ പ്രിന്റ് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചാ. ഇനിയിപ്പോ ഇവളുടെയും കൂടി ചേർത്ത് വെക്കാം. അടിപൊളിയായിരിക്കും. അത് സൂപ്പർ ഐഡിയ. അപ്പൊ ഷെയർ ഇടാൻ ഒരാളൂടെ അപ്പൊ പൈസയും കുറഞ്ഞു. വീണ്ടും വെച്ച് തരാം. പിന്നെ അളിയാ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാ. എന്തൊക്കെ ചോദിക്ക്. എന്താണ്? അവിടെ ശ്വാസം മുട്ടി ചത്തിരിക്കുന്നേ. ക്ലൈമറ്റിന്റെ പ്രശ്നമായിരിക്കും അല്ലേ? എല്ലാവർക്കും മന്ദബുദ്ധി. UK അവൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തോണ്ടാണ് അവൾ ഇങ്ങോട്ട് വന്നേ എന്നാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അതെ. അല്ല അളിയാ, 1 2 4 പേരില്ലേ? സിമ്പിൾ, അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം നമുക്ക്. കുഴപ്പമൊന്നുമില്ല. അതൊക്കെ എങ്ങനെയൊക്കെ സെറ്റ് ആക്കാം. നല്ല ചോരു, അത് കാര്യമാണല്ലോ. നമ്മള് 4 പേരോട് അങ്ങനെ ഈ കട്ടിലേ കിടക്കും. മുന്നേ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എവിടെയൊക്കെ കിടന്നിട്ടുണ്ടാവല്ലോ, അതേപോലെയൊക്കെ കിടക്കണം. പിന്നെന്താ? ഒരു കാര്യം ചെയ്യും, ഞാൻ അപ്പുറത്തെ റൂമിലേക്ക് പോവാ. എങ്ങനെ പോ? നീ അപ്പുറത്തെ റൂമിൽ പോയി കിടക്കോ? ശരിക്കും? പെട്ടെടുത്തപ്പോ അല്ല, ഞാനേ അപ്പുറത്തെ റൂമിൽ കിടക്കാം. എന്തായാലും നിങ്ങളെ തൊട്ടടുത്ത് തന്നെ ഇല്ലേ? അതൊന്നും വേണ്ട, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇനിയിപ്പോ ഒരു ബെഡ് എക്സ്ട്രാ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ നിലത്തെങ്ങാനും വിളിച്ച് കിടന്നു. നിങ്ങൾ 3 പേര് സുഖമായിട്ട് ഇവിടെ കിടന്നു. ഒരു പ്രശ്നമില്ല. ഇതിനകത്ത് ഇനി സംസാരം വേണ്ട. ഓക്കെ? അതല്ലേ, 4 പേരും കൂടെ കിടന്നു കഴിഞ്ഞാൽ എങ്ങനെയാ? ഞാൻ അപ്പുറത്ത് കിടന്നോളാം, പ്രശ്നമില്ല അല്ലേ? ചേട്ടാ, ഇത് ഭയങ്കര പ്രശ്നമല്ല. ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് പ്രശ്നമുണ്ടോ? നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്ക് പ്രശ്നമില്ല. പിന്നെന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. കാര്യം ചെയ്യും, ഞാൻ മാറിക്കോളാം. മൈൻഡ് ഒന്നും ഒരാവശ്യമില്ല. ആരും ഇവിടെ നിന്ന് മാറേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. നീ എന്തിനാ പോണ? നീ പോകുന്നു വേണ്ട. നിങ്ങൾ കൂടെ സംസാരിക്കുന്നു വേണ്ട. ഞാൻ മാറിക്കോളാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ മേലിലേക്കല്ലേ പോകുന്നേ.
എടി പോലെടി. എടി ഞാൻ അപ്പുറത്തെ റൂമിലേക്കല്ലേ പോകുന്നത്, അതിന് ഇത്ര വിഷമിക്കണം എന്തിനാ? എന്നാലും നീ പോവണ്ട. നിങ്ങളുടെ വർത്താനം കേട്ടാന്നല്ല ഞാൻ നാട് വിട്ടു പോവാണെന്ന്. ഇത് പോയിടി. എന്നാലും ഞാൻ കാരണമില്ലേ? എന്റെ പൊന്ന് സെല്ലിന് ഒരു കുഴപ്പമില്ല, ഞാൻ അപ്പുറത്തെ റൂമിലുണ്ടല്ലോ. ഞാനേ ഈ പെട്ടിയും സാധനങ്ങളൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടേ അവളുമാരോട് പറഞ്ഞിട്ട് വരാം കേട്ടാ. ഓക്കെ. പാവോടെ അവൾക്ക് ഈ റൂം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഞാൻ അപ്പുറത്ത് പോയി കിടന്നോളാന്ന്. അതൊന്നും കുഴപ്പമൊന്നുമില്ല, അവള് പറഞ്ഞ പോലെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, സീനില്ല. അപ്പൊ അളിയാ ഇപ്പൊ പഴയതുപോലെ നമ്മുടെ ലൈഫ് നമ്മൾ കളറാക്കാൻ പോവാണ്. പിന്നെ നമുക്ക് പൊളിക്കണ്ടേ? മതി